കാസർഗോഡ് കേന്ദ്രീകരിച്ചുള്ള ഹണി ട്രാപ്പിൽ പ്രതി ശ്രുതി ചന്ദ്രശേഖരൻ തട്ടിപ്പിനായി രാഷ്ട്രീയ നേതാക്കളുടെ പേരും ദുരുപയോഗം ചെയ്തെന്ന് കണ്ടെത്തൽ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ശ്രുതി ചന്ദ്രശേഖരൻ യുവാവിനെ വിശ്വസിപ്പിക്കുന്ന ഒരു ശബ്ദ സന്ദേശം 24-ന് ലഭിച്ചു. അത് ഇപ്പൊ നമ്മള് മോളില് വിളിച്ചിട്ട്, അതായത് ഈ CPM-ന്റെ താഴെന്നല്ലേ ഇവര് കളിക്കുന്നത്. നമ്മള് മോളില് ട്രിവാൻഡ്രം വിളിച്ചിട്ട് ഗോവിന്ദനെ കൊണ്ട് ഇവിടുത്തെ ബാലകൃഷ്ണ മാഷെ പറയിപ്പിച്ചിട്ട് ആ കേസിൽ അവരുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷിനെ വിളിപ്പിച്ചിട്ട് ആടുന്ന് ബാലകൃഷ്ണ മാഷിനോട് പറഞ്ഞ്, പിന്നെ CPM-ന്റെ അവരെ ഇതിൽ ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ സുജിന്റെ അവരെ CPM വിട്ടു. BJP ജില്ലാ പ്രസിഡന്റ് രവീശ് തന്ത്രി കുണ്ടാർ ശ്രുതിക്കെതിരെ പരാതി നൽകിയവരെ ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പ്രചരിപ്പിച്ചു. ഒളിവിൽ പോയ യുവതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഗോവിന്ദ മാസ്റ്ററുടെ പേരും ഇതിലേക്ക് അവർ വലിച്ചഴിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കൽ വിശദാംശങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് അരുൺ പാറയ്ക്കൽ. ഈ ശ്രുതി ആള് വലിയൊരു കലാകാരിയാണല്ലോ, ഭാവന ഒത്തിരി ഉണ്ടല്ലോ. ഗുഡ് മോർണിംഗ്. എന്തായാലും അത് തന്നെയാണ്, പോലീസും ഇക്കാര്യം ഞെട്ടലോടെ തന്നെയാണ് ഈ കാര്യം ഇപ്പോൾ അന്വേഷണത്തിൽ ഓരോ തെളിവുകളും പുറത്തു വരുമ്പോൾ പോലീസിനും മനസ്സിലാവുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി അടുത്ത ബന്ധം എന്നാണ് ശ്രുതി പല യുവാക്കളെയും വിശ്വസിപ്പിക്കുന്നത്. ഇരകളാക്കുന്നവരെ ഇങ്ങനെ ഇരകളാക്കി അവർ ശ്രുതിയുടെ തട്ടിപ്പ് മനസ്സിലാക്കി കേസ് നൽകുമ്പോൾ, അതായത് പരാതി നൽകുമ്പോൾ ആ സമയത്ത് ഈ MV ഗോവിന്ദൻ മാഷും അതുപോലെ തന്നെ CPM-ന്റെ മറ്റ് നേതാക്കളും ഉന്നതന്മാരായ മറ്റ് നേതാക്കളുമായും അടുത്ത ബന്ധമുണ്ടെന്ന് ശ്രുതി വ്യാപകമായി പ്രചരിപ്പിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ CPM-ന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാഷുമായി സംസാരിച്ച് ശ്രുതിയുടെ കേസ് ഒത്തുതീർപ്പാക്കിയെന്ന് ഒരു പരാതിക്കാരനായ യുവാവിനെയാണ് ഇപ്പോൾ ഈ ശ്രുതി ചന്ദ്രശേഖരൻ വിശ്വസിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നോട് കളിക്കാൻ നിൽക്കരുത്, തനിക്കെതിരെ പരാതി നൽകാൻ നിൽക്കരുത്, താൻ അതൊക്കെ രാഷ്ട്രീയമായി നേരിടുമെന്നും ശ്രുതി വിശ്വസിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ BJP ജില്ലാ പ്രസിഡന്റ് രവീശ് തന്ത്രി കുണ്ടാർ ശ്രുതിക്കെതിരെ പരാതി നൽകാൻ എത്തിയവരെ ഭീഷണിപ്പെടുത്തിയെന്നും യുവതി വ്യാപകമായി പ്രചരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ശ്രുതി ചന്ദ്രശേഖരനെതിരെ കൂടുതൽ ആളുകൾ പരാതിയുമായി രംഗത്ത് വരുന്നു എന്നുള്ളതാണ് SKN. കഴിഞ്ഞ ദിവസം SP-ക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ലഭിച്ചിരുന്നു. ആ യുവതി, അതായത് ഈ ശ്രുതി ചന്ദ്രശേഖരൻ ബ്ലഡ് ക്യാൻസർ ആണെന്ന് വിശ്വസിപ്പിച്ച് 10 പവൻ സ്വർണവും 2.5 ലക്ഷം രൂപയുമാണ് ആ യുവതിയിൽ നിന്ന് തട്ടിയെടുത്ത് കഴിഞ്ഞ ദിവസം പരാതിയുമായി രംഗത്ത് വന്ന യുവതിയിൽ നിന്ന് തട്ടിയെടുത്തിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ പോലീസ് ശ്രുതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ശ്രുതി നിലവിൽ ഒളിവിലാണ്, പക്ഷേ ഉടൻ തന്നെ ശ്രുതി പോലീസിന്റെ വലയിലാകുമെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. SKN. താങ്ക് യു. കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കലാണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്.